മറനീക്കി പുറത്തുവരുമെന്ന് പറയാറില്ലേ? കോഴിക്കോട്ടെ വിജിൽ തിരോധാന കേസിലും സത്യം മറനീക്കി പുറത്തുവന്നു. 6 വർഷത്തോളം മൂടിയൊളിപ്പിച്ച ഒരു സത്യം. കേസിലെ സത്യാവസ്ഥ വെറുതെയങ്ങ് പുറംലോകം അറിഞ്ഞതല്ല. കേരള പോലീസിന്റെ പ്രൊഫഷണൽ മികവോടെയുള്ള സമഗ്രമായ അന്വേഷണമാണ് കുഴിച്ചുമൂടപ്പെട്ട സത്യത്തിലേക്ക് വെളിച്ചം വീശിയത്. കോഴിക്കോട് നിന്ന് 29-കാരനായ വിജിൽ എന്ന യുവാവിനെ 6 വർഷം മുമ്പ് കാണാതാവുന്നു. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ വീട്ടിൽ നിന്നും പോയ മകന് എന്തു പറ്റിയെന്നും എങ്ങോട്ട് പോയെന്നും അറിയാതെ പരിഭ്രാന്തിയിലായി രക്ഷിതാക്കൾ. സാധാരണ മിസ്സിംഗ് കേസുകളിലേതുപോലെ തുമ്പില്ലാതെ അവസാനിച്ചില്ല വിജിലിന്റെ കേസ്. വിജിലിന്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. മകൻ ജീവനോടെ തിരിച്ചെത്തുമെന്ന മാതാപിതാക്കളുടെ കാത്തിരിപ്പിനുള്ള ഉത്തരം കൂടി ലഭിച്ചു. തിരോധാന കേസ് നരഹത്യ കേസായി. പ്രതികൾ റിമാൻഡിൽ. വിജിലിന് എന്താണ് സംഭവിച്ചത്? അമിതമായി ലഹരി ഉപയോഗിച്ചതിന് പിന്നാലെ വിജിൽ മരിച്ചെന്നും തുടർന്ന് മൃതദേഹം സുഹൃത്തുക്കളായ നിഖിലും ദീപേഷും രഞ്ജിത്തും കോഴിക്കോട് നഗരത്തിലെ സരോവരം പാർക്കിനു സമീപത്തെ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ചതുപ്പിൽ താഴ്ത്തിയെന്നുമാണ് മൊഴി. തിരച്ചിലിൽ മൃതദേഹം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലുകൾ കണ്ടെത്തി. തുടർന്നുള്ള പരിശോധനയിൽ അസ്ഥിഭാഗവും. ഇനി നിർണായകമായ DNA പരിശോധനയാണ്. കാണാതായ വിജിലിന്റേതാണ് ഈ അസ്ഥികൾ എന്ന് തെളിഞ്ഞാൽ കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ പൊൻതുവലുകളിലൊന്നായി ഈ തിരോധാന കേസ് മാറുമെന്നതിൽ സംശയമില്ല. 2019 മാർച്ച് 24-നാണ് വിജിൽ വീട് വിട്ടിറങ്ങുന്നത്. 3 സുഹൃത്തുക്കളോടൊപ്പം ലഹരി ഉപയോഗിക്കാനായി സരോവരം പാർക്കിന് സമീപം എത്തി. പിന്നാലെ അമിത ലഹരി ഉപയോഗം മൂലം മരണം. ഏപ്രിൽ 7-നാണ് പോലീസിന് പരാതി ലഭിക്കുന്നത്. വിജിലിന്റെ മൊബൈൽ ഫോണിലെ കോൾ ഡീറ്റെയിൽസ് വെച്ചാണ് അന്വേഷണം ആരംഭിച്ചത്. സുഹൃത്തുക്കളോടൊപ്പം സരോവരം പാർക്കിൽ യുവാവ് എത്തിയതായി പോലീസ് കണ്ടെത്തി. ഉച്ചയ്ക്ക് 3 മണിയോടെ പാർക്കിൽ നിന്ന് വിജിൽ വീട്ടിലേക്ക് പോയെന്നാണ് സുഹൃത്തുക്കൾ മൊഴി നൽകിയത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി നാരായണൻ ചുമതലയേറ്റതോടെ കേസ് 2ാം ഘട്ടത്തിലേക്ക്. വിജിലിന്റെ തിരോധാന കേസ് എലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്തിനോട് അന്വേഷിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. കൂടാതെ സിറ്റിയിലെ മറ്റെല്ലാ മിസ്സിംഗ് കേസുകളും തുടക്കം മുതലേ അന്വേഷിക്കണമെന്ന നിർദ്ദേശവും കേസിൽ വഴിത്തിരിവായി. അന്വേഷണത്തിലുടനീളം മകൻ നാടുവിട്ടു പോകാൻ ഒരു സാധ്യതയുമില്ലെന്ന് വിജിലിന്റെ മാതാപിതാക്കൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിനിടെ പ്രതികളുടെ മൊഴികളെല്ലാം നേരത്തെ പഠിച്ചുവെച്ച് പറയുന്നത് പോലെയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. മുൻപ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയ പ്രതികളുടെ മൊഴിയും പിന്നീട് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യവും സത്യത്തിലേക്ക് അന്വേഷണ സംഘത്തെ കൂടുതൽ അടുപ്പിച്ചു. വിജിലിനെ മറവ് ചെയ്തതിനു ശേഷം എങ്ങനെ പോലീസിന് മൊഴി നൽകണം എന്നതടക്കം ഗൂഢാലോചന നടത്തിയതായി പ്രതികൾ സമ്മതിച്ചു. 8 ദിവസം ചതുപ്പിൽ മണിക്കൂറുകളോളം നീണ്ട തിരച്ചിലിന് ഒടുവിലാണ് ശരീരാവശിഷ്ടങ്ങൾ എലത്തൂർ പോലീസ് കണ്ടെത്തിയത്. ഓട്ടോപ്സി റിപ്പോർട്ടിൽ മരിച്ചത് 30-നടുത്ത് പ്രായമുള്ള പുരുഷനാണെന്നും ദേഹത്ത് പരിക്കുകളൊന്നുമില്ലെന്നും കണ്ടെത്തി. ഇനി അസ്ഥികൂടത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ശേഖരിക്കുന്ന DNA സാമ്പിളുകൾ കണ്ണൂരിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ പരിശോധനയ്ക്കായി അയക്കും. സരോവരത്തെ ആ ചതുപ്പിൽ സത്യം എന്നെന്നും മൂടിവെക്കാനാകുമെന്നാകും പ്രതികളായ വിജിലിന്റെ സുഹൃത്തുക്കൾ കരുതിയിട്ടുണ്ടാവുക. പോലീസിനെ കൊണ്ട് ഒന്നും കണ്ടെത്താനാവില്ലെന്ന പ്രതികളുടെ അമിത ആത്മവിശ്വാസത്തിനു മേലാണ് സത്യം പുറത്തു കൊണ്ടുവന്ന കേരള പോലീസ് കനത്ത പ്രഹരമേൽപ്പിച്ചത്. ഇനി പരിശോധനകളുടെ ഫലത്തിനായുള്ള കാത്തിരിപ്പ് മാത്രം. എന്നാൽ മകൻ ജീവനോടെ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന 2 മനുഷ്യർക്ക് ഈ സത്യം സഹിക്കാവുന്നതിലും അപ്പുറമാകും. ഉറ്റ സുഹൃത്തുക്കൾ തന്നെയാണ് മകന്റെ ഘാതകരെന്ന യാഥാർത്ഥ്യമാകും അവരുടെ ഉള്ളിൽ കൂടുതൽ ഉലച്ചിട്ടുണ്ടാവുക.